ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ്. അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പം അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്, പിന്നെ കുഞ്ഞ് സവാള എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞ് സവാള എടുത്ത്, 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, 5 മുട്ട. പിന്നെ അതിലേക്ക് ഞാൻ അല്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടി അതിന് വേണ്ട. പിന്നെ ചെറിയൊരു 1/2 ടീസ്പൂൺ പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അതും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. അപ്പോൾ വേറെ മസാലയൊന്നും ചേർക്കേണ്ടില്ല. പെരിഞ്ചീരകം ഇതിൻ്റെ ഒരു ടേസ്റ്റ്, പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ജാറിനകത്ത്, ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുന്നതാണ്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളതും അല്പം ചാറൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് നല്ല മിക്സ് ആയിട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ എടുത്ത് കറി രൂപത്തിലാക്കി എടുക്കാം. കറി എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു മീഡിയം കറി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങായും കുറച്ച് തേങ്ങായും 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്താക്കിയ തേങ്ങ അരച്ചതാണിത്, കറിയാണിത്. പിന്നെ ഇത് നമുക്ക് ഇനി അടുത്തത്, അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിലാണ് കൂടുതലും കറികളൊക്കെ വെക്കുന്നത്. വെച്ച് കറികളൊക്കെ ആണെങ്കിൽ ചട്ടി എടുക്കും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയൊരു ചട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്താണ് മുട്ടക്കറി വെക്കുന്നത്. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. കുറച്ചെന്ന് പറയുമ്പോൾ കുഞ്ഞ് സ്പൂൺ ഞാൻ എടുത്തിരിക്കുന്നുണ്ട്, കുഞ്ഞ് സ്പൂൺ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. പിന്നെ കുറച്ച് ഉള്ളി പറഞ്ഞില്ല, സവാള എടുത്തിരിക്കുന്നുണ്ട്. കുഞ്ഞ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ചധികം, എനിക്ക് കറിവേപ്പില ഇങ്ങനെ ഒരുപാട് കറിക്കായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇതിൻ്റെ കറിവേപ്പില. ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചേർത്തിട്ടുള്ളൂ. നമുക്ക് ലാസ്റ്റ് വെള്ളവും മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ വേണം കറി എടുക്കാൻ. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാലും കൊള്ളത്തില്ല, പിന്നെ ഒരുപാട് കുറുകിയാലും ഈ കറി കൊള്ളില്ല. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് 5 ബോൾഡൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം 5 കോഴിമുട്ട ഞാൻ തോടൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറിയിലോട്ടിടാം. അപ്പോൾ നമുക്കിത് പല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. ഫുള്ളായിട്ട് കട്ട് ചെയ്യാറില്ല.
അതിനുശേഷം നമുക്ക് കറിയിലോട്ട് ഇടാം. അരിപ്പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, അരിപ്പത്തിരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് എല്ലാവർക്കും വളരെ ഇപ്പം തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്.